ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് അറിയാമല്ലോ. ജൂൺ 19 നാഷണൽ റീഡിംഗ് ഡേ. ഒരിക്കൽ പുസ്തകങ്ങൾ വായിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. എന്നാൽ സമയക്കുറവ് എന്ന ഒരു റീസൺ കാരണം വായനയിൽ നിന്ന് മാറിപ്പോയൊരു വ്യക്തിയുമാണ് ഞാൻ. വായന ആദ്യമൊക്കെ ഞാൻ വായിച്ചിരുന്നത് ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ആ പുസ്തകങ്ങളുള്ള ആരിൽ നിന്ന് ബുക്സ് വാങ്ങി വായിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു പതിവായിരുന്നു. എന്നാൽ നമുക്കറിയാലോ, സമയം പോകുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രായത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളിലും എല്ലാം വ്യത്യാസം ഉണ്ടാകും. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു ലൈബ്രറിയൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതെല്ലാം മാറി മാറി വീണ്ടും നമ്മൾ മറ്റ് അല്ലെങ്കിൽ കരിയർ, പഠനം, അങ്ങനത്തെ ഒരു ഇതിലോട്ട് മാറി വന്നപ്പോഴത്തേക്കും ഇതെല്ലാം ഒന്ന് സൈഡ് ട്രാക്കിലോട്ട് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വന്നു. ഇന്നിപ്പോൾ സമയക്കുറവെന്ന് പറഞ്ഞ് ഈ ബുക്കൊക്കെ ഞാൻ നോക്കാറുണ്ട്. പക്ഷേ പുസ്തകം എടുത്ത് വായിക്കുന്ന ആ ബുക്കും നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം, അത് തരുന്ന സന്തോഷം, അത് ഈ ബുക്കിൽ ഉണ്ടാവില്ല. അത് കിട്ടുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല. ചിലപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് കൂടുതൽ ഈ ബുക്കായിരിക്കും കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത്. എനിക്കൊരിക്കലും ആ പുസ്തകം എടുത്ത് അതിൻ്റെ കൂടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്ത്, അത് ശരിക്കൊരു സുഹൃത്ത് പോലെയാണ് ബുക്സ് എന്ന് പറയുന്നത്, ഫ്രണ്ട്സാണ്. അത് തരുന്ന ഒരു ഫീലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ആയപ്പോഴാണ് ഞാൻ പുസ്തകങ്ങൾ സ്വന്തമായിട്ട് തന്നെ വാങ്ങിച്ച് വായിക്കാൻ തുടങ്ങിയത്. എനിക്ക് ആദ്യമൊക്കെ ബയോഗ്രഫീസ് ആൻഡ് ഓട്ടോബയോഗ്രഫീസ് ആയിരുന്നു ഇഷ്ടം. പിന്നെ ചേതൻ ഭഗത്തിൻ്റെ ബുക്സിലോട്ടൊക്കെ കുറച്ച് ഇഷ്ടമായി. പുസ്തകം മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി വായിച്ചതിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ പുസ്തകമാണ്. അത് എത്ര വലിപ്പമുള്ളതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനകത്തുണ്ടായിരുന്ന കഥകൾ, അല്ലെങ്കിൽ കഥകളിലല്ല, കുറേ നടന്ന സംഭവങ്ങളാണ്. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങൾ, അതെല്ലാം മനസ്സിലാക്കി തരുന്ന ഏറ്റവും നല്ലൊരു പുസ്തകമായിരുന്നു അത്. അപ്പോൾ എന്നെപ്പോലെ വായന ഇഷ്ടപ്പെട്ടിരുന്ന, എന്നാൽ ഇപ്പോൾ വായിക്കാൻ സമയമില്ലാണ്ട് വായനയിൽ നിന്ന് മാറിപ്പോയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒരു പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് മുതൽ, ഇന്നൊരു വായനയുടെ ദിവസമാണല്ലോ, ഇന്ന് മുതൽ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് വായനയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കാം. കാരണം അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അറിവ് മാത്രമല്ല, നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിൽ, നമ്മുടെ ഒരു മാനസികമായ ഒരു പേഴ്സണൽ ഗ്രോത്ത്, പിന്നെ നമുക്ക് സന്തോഷം തരുന്നതിൽ. ചില പുസ്തകങ്ങൾ വിഷമവും തരാറുണ്ട്. വായിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസം നമ്മൾ ആ ഒരു പുസ്തകത്തിൻ്റെ ഹാങ് ഓവറിൽ തന്നെ നിൽക്കും. അങ്ങനെ നിരവധി പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളും നിരവധിയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ വാട്സാപ്പിലും FBയിലൊക്കെ സ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ പുസ്തകം എടുത്ത് വായിക്കാൻ കൂടി നമുക്കൊന്ന് ശ്രമിച്ചാലോ. എൻ്റെ കൈവശമുള്ള ബുക്കുകൾ, എനിക്കങ്ങനെ നിരവധി പുസ്തകങ്ങളൊന്നുമില്ല, എന്നാൽ എൻ്റെ കയ്യിലുള്ള ബുക്കുകളും കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്താം. ശരിക്കും ഒരു ഷെൽഫൊക്കെ ചെയ്ത് ബുക്ക് വെക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല. ഇത്രയും ബുക്സാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിങ്ങനെ ടേബിളിൽ തന്നെ വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ നിറം കണ്ടാൽ നിങ്ങൾക്കറിയാം, ഇതെല്ലാം പഴക്കമുള്ള പുസ്തകങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ചേതൻ ഭഗത്തിൻ്റെ പുസ്തകങ്ങളായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. ചേതൻ ഭഗത്തിൻ്റെ ഏകദേശമുള്ള എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. 3 Mistakes, 2 States, വാട്ട് യങ് ഇന്ത്യ വാണ്ട്സ്, ദ ഗേൾ ഇൻ റൂം 105, അദ്ദേഹത്തിൻ്റെ ഏകദേശമുള്ള പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൗളോ കെയ്ലോയുടെ ഏറ്റവും ഇഷ്ടമുള്ള ബുക്കും ഇൻ്റർനാഷണലി ഏറ്റവും ഫേമസ് ആയ പുസ്തകം ആൽക്കെമിസ്റ്റാണ്. ആൽക്കെമിസ്റ്റ് വായിച്ചപ്പോൾ ശരിക്കും എനിക്ക് മുൻപെങ്ങോ വളരെ ചെറുതിൽ ബാലരമയിലോ എന്തോ വായിച്ചൊരു ബുക്കിൻ, അല്ലെങ്കിൽ ഏതോ ഒരു ബുക്കിൽ വായിച്ചൊരു തീം തന്നെയാണ്. അതായത് ഒരു നിധി അന്വേഷിച്ച് നമ്മൾ ലോകം മുഴുവൻ കറങ്ങുകയും എന്നാൽ ആ നിധി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് അവസാനം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കണ്ടൻറ്റ്. ബാലരമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ ചെറുതിലെ എന്നെ വായനയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ വായനയിലേക്ക് ഞാൻ വരുന്നതിനുള്ള കാരണം ഈ പുസ്തകങ്ങളാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളാണെന്ന് തോന്നുന്നു ബാലരമയൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നത്. അന്ന് രാവിലെ പത്രം വരുമ്പോൾ കാത്തിരിക്കുന്നത് ആ പുസ്തകങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ആത്മകഥ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഈ ശ്രീധരൻ്റെ കർമ്മയോഗി, മഹാത്മാഗാന്ധിയുടെ, ഇത് നമ്മളെ ഓൾമോസ്റ്റ് ഉള്ള എല്ലാവരും വായിച്ചിട്ടുള്ള പുസ്തകമായിരിക്കും. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. പിന്നെയുണ്ട് എൻ്റെ ഫേമസ്, മൈ എവർ ടൈം ഹീറോ, ഡോക്ടർ APJ അബ്ദുൾ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ. ഇതെനിക്കിഷ്ടമുള്ള, വളരെ ഇഷ്ടമുള്ളൊരു ബുക്കാണ്. ഗുഡ് വൈബ്സ് ഗുഡ് ലൈഫ്. ഇത് ശരിക്കും
ഇതിലെ ഹീറോ അയാളൊരു ക്യാൻസർ പേഷ്യൻറ്റും അയാൾ ശരിക്കും ലൈഫിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലെത്തുന്നതും അയാളുടെ വൈഫിൻ്റെയും മക്കൾക്കും വേണ്ടി അദ്ദേഹം അവസാന സമയങ്ങളിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുമാണ്. പിന്നെ റോമിയോ ജൂലിയറ്റ്. പക്ഷേ ഷേക്സ്പിയറിൻ്റെ ഈ ഒരു ഒറ്റ ബുക്ക് മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ, സ്റ്റീവ് ജോസ്. ഇതും അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയാണ്, ഓട്ടോബയോഗ്രഫി അല്ല, ബയോഗ്രഫിയാണ്. പക്ഷേ അദ്ദേഹം ആപ്പിൾ ബിൽഡ് ചെയ്യുന്നത്, ആപ്പിളിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്താക്കപ്പെടുന്നതൊക്കെ വായിക്കുമ്പോൾ നമുക്കതൊരു വിഷമമാണ്. വായിച്ചു തീരാത്ത പകുതിയിൽ നിന്ന് പോയ പുസ്തകങ്ങളാണ് ഇത്. ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്. ഇത് ആക്ട്രസ് ലെനയുടെ പുസ്തകമാണ്. ഇത് ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വാങ്ങിയതാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഇത് വായിച്ചിട്ടില്ല കംപ്ലീറ്റ്. അതുപോലെ ഒരു സുഹൃത്ത് എനിക്ക് തന്ന ബുക്കാണിത്. ഇത് കണ്ടോ, എൻ്റെ ബുക്സ് എല്ലാം ഞാനിങ്ങനെ പൊതിഞ്ഞിട്ടൊന്നുമില്ല. ഈ പുസ്തകം വളരെ സൂക്ഷിച്ച് പൊതിഞ്ഞൊക്കെ തന്ന ബുക്കാണ്. ഇത് പരമഹംസ യോഗാനന്ദൻ്റെയാണ്, ഒരു യോഗിയുടെ ആത്മകഥ. പക്ഷേ ഈ പുസ്തകവും ഞാൻ വായിച്ചിട്ടില്ല. ഇത് ഏകദേശം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതൊക്കെ പകുതി വായിച്ചപ്പോഴാണ് എൻ്റെ വായന എൻ്റെ പഠിത്ത സംബന്ധമായ കാര്യങ്ങളോട്ട് മാറിയപ്പോഴത്തേക്കും നിന്നുപോയത്. ഇന്ന് മുതൽ ഞാൻ വിചാരിക്കുന്നത് ഈ പുസ്തകങ്ങൾ വായിച്ച് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനിയും കൂടുതൽ വായിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എനിക്കും പാസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു മെസ്സേജ്. നമുക്കൊരു 5 മിനിറ്റ് ഒരു ദിവസം വായനയ്ക്കായിട്ട്, അറിവിനായിട്ട്, നമുക്ക് സിസ്റ്റം ഫോണിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ പുസ്തകങ്ങളുമായിട്ടുള്ള നമ്മുടെ ഒരു ആത്മബന്ധം. സുധാമൂർത്തിയുടെ പുസ്തകം. ഇത് കൊച്ചുകുട്ടികൾക്കല്ല, വലിയവർക്ക് ഇത് വായിക്കുമ്പോൾ വളരെ സന്തോഷം കിട്ടുന്നൊരു പുസ്തകമാണ്. ഓക്കെ, താങ്ക് യു.